ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. വീണ്ടും ഒരു കുക്കി വീഡിയോ ആയിട്ട് ഞാൻ എത്തിയിട്ടോ. ഇന്ന് നമുക്ക് ഒരു അടിപൊളി കോളിഫ്ലവർ തോരൻ ഉണ്ടാക്കിയാലോ. തേങ്ങയൊന്നും ഇടാത്ത തോരനാണേ. അപ്പോൾ ദേ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കൂടെ കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. കടുക് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് സവോള അരിഞ്ഞത് ഇട്ട് കൊടുത്തു. ഒരു സവോള ഞാൻ എടുത്തിട്ടുണ്ട്. കൂടെ കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഇപ്പോൾ സവോള വരണ്ട് വരാനുള്ള ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ കൂടെ ഞാൻ ചെറുതായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും ഇതിന് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ചട്ടിയാവുമ്പോൾ ഇളക്കി കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുവാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല, ഇത്രയും പൊടികളാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ എല്ലാം ഒത്തിരി അളവ് കൂട്ടി നമ്മൾ ഇടണ്ട. ഒത്തിരി മസാലയുള്ള ഒരു തോരനല്ല കേട്ടോ, കോളിഫ്ലവർ തോരനല്ല. മസാല കുറച്ച് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തോരനാണ്. അപ്പോൾ അതേ പൊടികളെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മീറ്റ് മസാലയും കൂടി ഇടാനുള്ളൂ. അപ്പോൾ കുറച്ച് മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പച്ചമണം മാറുന്നോടം വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഈ സമയത്ത് ഞാൻ ഒരു 15 മിനിറ്റ് നേരം ചെറു ചൂടുവെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമ്മുടെ കോളിഫ്ലവർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന കോളിഫ്ലവർ ഈ അരപ്പിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു. കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. നേരത്തെ സവോള വഴണ്ട് വരാനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമ്മൾ കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം, നന്നായിട്ട് തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കണം. അതൊന്ന് വെന്ത് കിട്ടാനായിട്ടാണ്. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് നമുക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുകയും കൂടി വേണേ. ചട്ടി ആയതുകൊണ്ട് അടിയിൽ പിടിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് മൂടി തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് കുറച്ച് നേരം കൂടെ നമുക്ക് മൂടി വെച്ചേക്കാം കേട്ടോ. ഇനി ഒരു 5 മിനിറ്റിന് ശേഷം ഞാൻ മൂടി തുറന്നു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. അത്യാവശ്യം വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഉലർന്ന് വരണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റായ മുട്ട ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് മുട്ട വെച്ചുള്ള കോളിഫ്ലവർ തോരനാണ് ഉണ്ടാക്കുന്നത്. കിടിലൻ ടേസ്റ്റ് ആട്ടോ. നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഓവർ മസാലയൊന്നും ഉപയോഗിക്കരുത്. പൊടികളൊക്കെ ആയാലും ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. അപ്പോൾ അതേ ഞാൻ അതിൻ്റെ നടുഭാഗത്തേക്ക് കുറച്ച് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കേട്ടോ. 2 മുട്ട ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതേ 2 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തു. എന്നിട്ട് ബാക്കി നമ്മൾ കോളിഫ്ലവർ ചെറുതായിട്ടൊന്ന് മാറ്റി വെച്ചേക്കുമായിരുന്നു. അപ്പം മുട്ട ചെറുതായിട്ടൊന്ന് വെന്ത് വന്നപ്പോഴേക്കും ഞാൻ കോളിഫ്ലവറിൻ്റെ കൂടെ നന്നായിട്ട് അതങ്ങ് മിക്സ് ചെയ്തെടുക്കുവാണ്. ശരിക്കും ഇളക്കിയെടുക്കണം. മുട്ട ചട്ടി ആയതുകൊണ്ട് നമുക്ക് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനത്തെ ശരിക്കും ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തു, നന്നായിട്ട് ഉലർത്തിയെടുത്തു കേട്ടോ. അതെ, അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ മുട്ട തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല. ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ വളരെയധികം ടേസ്റ്റി ആയിട്ട് കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇടാം. എനിക്ക് കറിവേപ്പില തീർന്നിരിക്കുമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില ഇടാത്തത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അഭിപ്രായം കൂടി പറയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണെങ്കിൽ പുതിയൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.